ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹുക്സ് ലോ പഠിച്ചു. അതുപോലെ മെറ്റീരിയൽസിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവുകളും അവയുടെ പ്രത്യേകതകളും ഒക്കെ മനസ്സിലാക്കി. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, ഇങ്ങനെയുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റീസ് പരിചയപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഓരോ മെറ്റീരിയൽസിൻ്റെയും യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ് വാല്യൂസൊക്കെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. സയൻറ്റിസ്റ്റുകളത് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ മെറ്റീരിയൽസിൻ്റെ വാല്യൂസൊക്കെ നമുക്ക് അവൈലബിളാണ്. അപ്പോൾ ഇങ്ങനെ മെറ്റീരിയൽസിനെ സ്റ്റഡി ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് നമുക്കവയെ ആപ്ലിക്കബിൾ ആക്കാൻ സാധിക്കുന്നത്? അതിന് ഏറ്റവും വലിയ ഒരു എക്സാമ്പിളാണ് നമ്മൾ ക്രെയിനിലൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റീൽ റോപ്പുകൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിൽ. ഇതുപോലുള്ള വലിയ സ്റ്റീൽ റോപ്പുകളാണ് ഓരോ ക്രെയിനിലും യൂസ് ചെയ്യുക. അപ്പോൾ വളരെ മാസ് കൂടിയ ഹെവി ഓബ്ജക്റ്റുകളെയൊക്കെ ലിഫ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ക്രെയിൻ പോലുള്ള ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ അവയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ സ്റ്റീൽ റോപ്പുകൾ, അവയുടെ റേഡിയസ് എത്ര വേണം എന്നുള്ള കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കാനും, ഇപ്പോൾ ഓരോ ക്രെയിനിലും യൂസ് ചെയ്യാവുന്ന മാക്സിമം ലോഡ്, അതുപയോഗിച്ച് ലിഫ്റ്റ് ചെയ്യാവുന്ന മാക്സിമം ലോഡ് എത്രയാണ് എന്ന് മുൻകൂട്ടി തീരുമാനിച്ച് ആ ഒരു മാക്സിമം ലോഡ് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ആ മെറ്റാലിക് റോപ്പിൻ്റെ റേഡിയസ് എത്രയാണ് വേണ്ടത് എന്ന് മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് ആ ഒരു റേഡിയസോട് കൂടി കൺസ്ട്രക്റ്റ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്നു ഈ മെറ്റീരിയൽസിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ്, യങ്സ് മോഡുലസ് വാല്യൂസൊക്കെ പഠിക്കുന്നതിലൂടെ. ഇപ്പം നമ്മൾ സ്റ്റീൽ കൊണ്ടുള്ള റോപ്പുകളാണ് സാധാരണ യൂസ് ചെയ്യുക. അതിന് കാരണം അവയ്ക്ക് ഹൈ യങ്സ് മോഡുലസ് വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നല്ല വെയിറ്റ് അവയെ ഉപയോഗിച്ച് ലിഫ്റ്റ് ചെയ്താലും ആ ലാർജ് വെയിറ്റ് മൂലം സ്റ്റീൽ വയറുകൾക്കുണ്ടാകുന്ന ഇലോങ്ങേഷൻ വളരെ കുറവായിരിക്കും. പക്ഷെ ഇനി നമ്മൾ ഈ സ്റ്റീൽ വയറുകൾ യൂസ് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു പർട്ടിക്കുലർ സ്റ്റീൽ റോപ്പ് ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് മൂലം ആ റോപ്പിലുണ്ടാകുന്ന സ്ട്രെസ്സിൻ്റെ വാല്യൂ സ്റ്റീലിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റിൽ താഴെയായിരിക്കണം എന്നുള്ളതാണ്. ഈ ഒരു കണ്ടീഷൻ ഉപയോഗിച്ചാണ് റോപ്പുകളുടെ റേഡിയസ് നമ്മൾ മുൻകൂട്ടി ഫിക്സ് ചെയ്യുന്നതും ആ റേഡിയസ് ഉള്ള റോപ്പുകൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതും. ഇപ്പോൾ ഇവിടെ അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് 10 ടൺ വെയിറ്റുള്ള ഓബ്ജക്റ്റിനെയാണ് ലിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 10 ടൺ ഉയർത്തേണ്ട റോപ്പിന് വേണ്ട റേഡിയസ് എത്രയാണ്, ഇത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഉയർത്തേണ്ട മാക്സിമം മാസ് എത്രയാണ്? 10 ടണ്ണാണ്. ഒരു 10 എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം. ഇപ്പോൾ 10,000 കിലോഗ്രാം മാസുള്ള ഒബ്ജക്റ്റിനെയാണ് നമുക്കിവിടെ ലിഫ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ 10,000 മാസ് ഈ റോപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ വെയിറ്റാണ്, mg ആണ്. സ്റ്റീൽ റോപ്പിൽ അന്നേരം അനുഭവപ്പെടുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ഡീഫോമിങ് ഫോഴ്സ് mg/ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ റോപ്പാണ്. അപ്പോൾ ഈ ഒരു സ്ട്രെസ് വാല്യൂ, അതായത് mg/a എന്ന് പറയുന്നത് ഈ സ്റ്റീലിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റിൽ കുറവായിരിക്കണം. എങ്കിൽ മാത്രമേ സേഫായിട്ട് 10 ടൺ വരെയുള്ള ഓബ്ജക്റ്റുകളെ ആ റോപ്പ് ഉപയോഗിച്ച് നമുക്ക് ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇലാസ്റ്റിക് ലിമിറ്റിൽ കൂടിയാൽ എന്താ സംഭവിക്കുക എന്ന് നമുക്കറിയാം. സ്ട്രെസ്സ് ഇലാസ്റ്റിക് ലിമിറ്റിനേക്കാൾ കൂടിയാൽ സ്ട്രെയിൻ കൂടുകയും ഒരു പ്ലാസ്റ്റിക് ഡിഫോർമേഷനൊക്കെ സംഭവിക്കും. പിന്നെ വെയിറ്റ് റിമൂവ് ചെയ്താലും ആ റോപ്പ് അതിൻ്റെ ഒറിജിനൽ ലെങ്തിലേക്ക് പൂർണ്ണമായിട്ടും തിരിച്ചു പോവുകയില്ല. അല്പം സ്ട്രെയിൻ അത് നിലനിർത്തുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു സ്ട്രെയിൻ ഇല്ലാത്ത തരത്തിൽ വെയിറ്റ് റിമൂവ് ചെയ്യുമ്പോൾ സ്ട്രെയിൻ 0 ആകുന്ന തരത്തിൽ റോപ്പ് അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകണം. അങ്ങനെ തിരിച്ചു പോകണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ അതിലുണ്ടാകുന്ന സ്ട്രെസ്സ് എപ്പോഴും എന്തിൽ കുറവായിരിക്കണം? ഇലാസ്റ്റിക് ലിമിറ്റിലും കുറവായിരിക്കണം. അപ്പോൾ സ്റ്റീലിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ് വാല്യൂ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപയോഗിച്ച് ഈ റോപ്പിൻ്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ.
അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ മെറ്റീരിയൽസിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ് വാല്യൂവും യങ്സ് മോഡുലസ് വാല്യൂ ഒക്കെ സ്റ്റഡി ചെയ്യണം എന്ന് പറയുന്നു. ഈ സ്റ്റീലിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ് വാല്യൂ എന്ന് പറയുന്നത് 30 × 10⁷ ആണ് എന്ന് നമുക്കറിയാം. സയൻറ്റിസ്റ്റുകൾ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 10 ടൺ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സ് mg/a എന്ന് പറയുന്നത് 30 × 10⁷ താഴെയാകണം. അങ്ങനെ ആകണമെങ്കിൽ ഏരിയ എന്ന് പറയുന്നത്, ആ സ്റ്റീൽ റോപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് mg/30 × 10⁷ കൂടുതലായിരിക്കണം. ഇവിടെ ഈ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ഏരിയ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക, 30 × 10⁷ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ mg/30 × 10⁷ ഷുഡ് ബി ലെസ് ദാൻ ഏരിയ എന്ന് വരും. അത് തിരിച്ചെഴുതിയതാണ് എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ mg/30 × 10⁷. ഇവിടെ മാസ് നമ്മൾ കണ്ടു 10 ടണ്ണാണ്. അപ്പോൾ എമ്മിൻ്റെ സ്ഥാനത്ത് നമ്മൾ 10 ടൺ എന്നുള്ളത് കൊടുക്കാം. 10 ടൺ എന്ന് പറയുന്നത് 1000 ആണ്. അതാണ് ഈ 10⁻3. അപ്പോൾ ഏരിയ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 10 × 10⁻3 ഇൻറ്റു ജിയുടെ വാല്യൂ 9.8/30 × 10⁻7 എന്ന് കിട്ടും. ഇവിടെ ഒരു ഇൻറ്റു വേണം കേട്ടോ. അപ്പോൾ ഇത് നമ്മളിനി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ഏരിയ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 3.3 × 10⁻⁻4. ഏരിയ കാണാനുള്ള ഇക്വേഷൻ πr² ആണ്. അപ്പോൾ πr² ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 3.3 × 10⁻⁻4 എന്ന് കിട്ടും. അപ്പോൾ r² ഷുഡ് ബി ഗ്രേറ്റർ ദാൻ, ഇതിനെ 3.14 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഏകദേശം 3.3/3.14 ചെയ്യുമ്പോൾ 1 point something വരും. ഇത് അപ്രോക്സിമേറ്റ് ചെയ്താണ് നമ്മൾ എഴുതിയിരിക്കുക. r² ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 10⁻⁻4. ദാറ്റ് മീൻസ് r ഷുഡ് ബി ഗ്രേറ്റർ ദാൻ, എൻ്റെ റൂട്ട് എടുക്കുക, 10⁻² മീറ്റർ മീൻസ് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ 1 സെൻറ്റിമീറ്ററിൽ കൂടുതൽ റേഡിയസ് ഉള്ള ഒരു സ്റ്റീൽ റോപ്പ് ഉപയോഗിച്ചാൽ മാത്രമേ 10 ടൺ കൊടുക്കുമ്പോഴുള്ള സ്ട്രെസ് വാല്യൂ ഇലാസ്റ്റിക് ലിമിറ്റിൽ താഴെയാവുകയും ഈ സ്റ്റീൽ റോപ്പ് നമുക്ക് അങ്ങനെയുള്ള ഒബ്ജക്റ്റുകളെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓരോ റോപ്പിനും വേണ്ട, അപ്പോൾ ഓരോ റോപ്പ് ഉപയോഗിച്ച് ഉയർത്തേണ്ട മാക്സിമം വെയിറ്റ് എത്രയാണെന്ന് മുൻകൂട്ടി തീരുമാനിക്കും. എന്നിട്ട് ആ മാക്സിമം വെയിറ്റ് കൊടുക്കുമ്പോഴുള്ള സ്ട്രെസ്സ് ഇലാസ്റ്റിക് ലിമിറ്റ് താഴെ ആകത്തക്ക വിധത്തിൽ റോപ്പിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കും. എന്നിട്ട് ആ റേഡിയസിൽ റോപ്പ് കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ ആ റേഡിയസ് ഉള്ള റോപ്പ് ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്യാവുന്ന ലിഫ്റ്റ് ചെയ്യാവുന്ന മാക്സിമം മാസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡിസൈൻ ചെയ്തപ്പോൾ എടുത്ത മാക്സിമം മാസ് ആയിരിക്കണം. അതിൽ കൂടുതൽ മാസുള്ള ഒബ്ജക്റ്റുകളെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് അത് യൂസ് ചെയ്യാൻ പാടില്ല. അതിൽ താഴെയുള്ള ഏത് മാസും ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ മുൻകൂട്ടി റേഡിയസ് കണ്ടുപിടിക്കുന്നതിനും അതനുസരിച്ച് ലിഫ്റ്റിലെ റോപ്പുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഒക്കെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു ആപ്ലിക്കേഷൻ. നമ്മൾ കണ്ടു 1 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള റോപ്പ്, സ്റ്റീൽ റോപ്പ് എന്നൊക്കെ പറയുമ്പം അതൊരു റോഡായിട്ട് വരും അല്ലേ, ഒരു ദണ്ട് പോലെ, അതൊരു റിജിഡായിട്ടുള്ള സംഭവമായിരിക്കും. ഫ്ലെക്സിബിലിറ്റി ഒട്ടും ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെ ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനും ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് മാറ്റാനും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സ്റ്റീൽ റോപ്പിൻ്റെ ഫ്ലെക്സിബിലിറ്റി എങ്ങനെ കൂട്ടാൻ സാധിക്കും? അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത് പോലെ പല റേഡിയസ് കുറഞ്ഞ റോപ്പുകൾ എടുക്കും. എന്നിട്ട് അതിനെ ട്വിസ്റ്റ് ചെയ്ത് ഇതുപോലുള്ള കുറച്ചുകൂടി തിക്നെസ് കൂട്ടിയ റോപ്പായിട്ട് മാറ്റും. ഇനി അതിനുശേഷം ഈ തിക്നെസ് കൂടിയ 3-4 റോപ്പുകളെടുത്ത് വീണ്ടും ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട 1 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള റോപ്പ് കൺസ്ട്രക്ട് ചെയ്യും. അപ്പം ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നത് വഴി വി ക്യാൻ ഇൻക്രീസ് ദ ഫ്ലെക്സിബിലിറ്റി, അതുപോലെ വി ക്യാൻ ഇൻക്രീസ് സ്ട്രെങ്ത് ആൻഡ് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ റെഡ്യൂസ് ചെയ്യാനും സാധിക്കും. അപ്പം അങ്ങനെ നമ്പർ ഓഫ് തിൻ വയേഴ്സ് ബ്രെയ്ഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള റേഡിയസിലുള്ള റോപ്പ് കൺസ്ട്രക്ട് ചെയ്യുന്നു. അതുവഴി വി ക്യാൻ ഇൻക്രീസ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്ട്രെങ്ത് ആൻഡ് റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് തിൻ വയേഴ്സ് ബ്രെയ്ഡ് ചെയ്ത് സ്റ്റീൽ റോപ്പുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്? അതിന് കാരണം ഇതാണ്.
It increases flexibility, strength, rope, reduces cost of construction, etc. ഇനി എങ്ങനെയാണ് ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ആൻസർ എഴുതേണ്ടത് റോപ്പ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ നമ്പർ ഓഫ് തിൻ വയേഴ്സ് ബ്രൈഡഡ് ടുഗദർ. ദിസ് വിൽ ഇൻക്രീസ് ദ ഫ്ലെക്സിബിലിറ്റി എന്ന് എഴുതാം. അടുത്തത് നമ്മൾ ബ്രിഡ്ജസിലൊക്കെ ഗിർഡേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഈ യങ്സ് മോഡുലസിൻ്റെ വാല്യൂനെ കുറിച്ചൊക്കെയുള്ള ഐഡിയ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ബ്രിഡ്ജ് ജസ്റ്റ് നമ്മൾ സങ്കല്പിക്കുക, ഒരു റോഡാണിത്, ഒരു സ്റ്റീൽ റോഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടിയുടെ കഷ്ണം എന്തെങ്കിലും ആകും, ഒരു ബ്രിഡ്ജ്, രണ്ട് എഡ്ജുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ബ്രിഡ്ജ്. അപ്പോൾ ഈ ബ്രിഡ്ജിൽ മാസ് കയറുമ്പോൾ, വെഹിക്കിൾസൊക്കെ ഓടുന്നു, മനുഷ്യർ കയറുന്നു, അങ്ങനെ വെയിറ്റ് കയറുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും തടി കൊണ്ടുള്ളൊരു ബ്രിഡ്ജൊക്കെ ആണെങ്കിൽ നമ്മൾ വെയിറ്റ് കൂടുതലുള്ള ആൾ കയറുമ്പോൾ അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലുള്ള വണ്ടിയൊക്കെ കയറുമ്പോൾ അതിൻ്റെ നടുഭാഗം ഇങ്ങനെ കുഴിയാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിനെയാണ് നമ്മൾ ബെൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രിഡ്ജസിലുള്ള ഗിർഡേഴ്സ് ഇതുപോലെ വെയിറ്റ് കയറുമ്പോൾ ബെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ബെൻഡിങ് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നോക്കാം. ബെൻഡിങ്ങിനുള്ള ഇക്വേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. y = WL³ by 4BD³ y എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ബെൻഡിങ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ക്യൂബ് ഓഫ് ലെങ്ത് ആണ്. ലെങ്ത് കൂടുന്തോറും ബെൻഡിങ് കൂടും, അത് സാധാരണമാണ്. പക്ഷെ നമുക്ക് ലെങ്ത് കുറയ്ക്കാൻ പറ്റില്ല, കാരണം രണ്ട് എഡ്ജുകളെ തമ്മിൽ കൂട്ടി ജോയിൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ലെങ്ത് കുറയ്ക്കുന്നതിനെ കുറിച്ച് നമ്മളധികം ചിന്തിക്കാറില്ല. ഇനി ബ്രെഡ്ത്ത് കൂടുമ്പോൾ ബെൻഡിങ് കുറയുന്നു, കാരണം ബെൻഡിങ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ബ്രെഡ്ത്ത് കൂട്ടി നമുക്ക് കുറച്ചൊക്കെ ബെൻഡിങ് കുറയ്ക്കാൻ സാധിക്കും. ഇനി ഡി എന്ന് പറയുന്ന തിക്നെസ് ആണ്. അപ്പോൾ തിക്നെസ്സിൻ്റെ ക്യൂബിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് ബെൻഡിങ്. അപ്പോൾ തിക്നെസ് ഇരട്ടിയാക്കിയാൽ ബെൻഡിങ് നമുക്ക് 8/1 കുറയ്ക്കാൻ പറ്റും. 2ൻ്റെ ക്യൂബ് 8 ആണ് അങ്ങനെ. അപ്പോൾ ഈ 8ന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. തിക്നെസ് ഡബിൾ ആക്കുമ്പോൾ ബെൻഡിങ് 8/1 കുറയും. അപ്പോൾ തിക്നെസ് കൂട്ടുക ബ്രിഡ്ജസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, നല്ല തിക്കായിട്ടുള്ള ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് ബെൻഡിങ് കുറയ്ക്കാനുള്ള ഒരു മാർഗ്ഗം. അതുപോലെ വൈ വാല്യൂ കൂടുതലുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുക, കാരണം ബെൻഡിങ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വൈ. ക്യാപിറ്റൽ വൈ എന്താ? യങ്സ് മോഡുലസ്. ഇപ്പോൾ യങ്സ് മോഡുലസ് കൂടുതലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് കുറയ്ക്കാം? ബെൻഡിങ് കുറയ്ക്കാം. അപ്പോൾ യങ്സ് മോഡുലസ് വാല്യൂസ് അറിയണം മെറ്റീരിയൽസിൻ്റെ, എങ്കിലേ നമുക്ക് അതനുസരിച്ച് യങ്സ് മോഡുലസ് കൂടുതലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്ത് ബെൻഡിങ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അതാണ് ഒരു കാര്യം. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ കണ്ടു, തിക്നെസ് കൂട്ടുന്നത് വഴി ബെൻഡിങ് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഈ തിക്നെസ് കൂട്ടി ബ്രിഡ്ജസ് കൺസ്ട്രക്ട് ചെയ്തും ബെൻഡിങ് കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് യങ്സ് മോഡുലസ് കൂടിയ മെറ്റീരിയൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെയുള്ളൊരു ഓൾട്ടർനേറ്റീവാണ് ബ്രെഡ്ത്തും തിക്നെസ്സും കൂട്ടി ബെൻഡിങ് കുറയ്ക്കുക എന്നുള്ളത്. പക്ഷെ ബ്രെഡ്ത്ത് കൂട്ടുന്നതിന് ഒരു പരിധിയുണ്ട്. ബ്രെഡ്ത്ത് കൂട്ടുന്നത് വളരെ നല്ലതാണ്, എങ്കിലും അത് കൺസ്ട്രക്ഷൻ്റെ കോസ്റ്റിനെയൊക്കെ വളരെ കൂട്ടും. അതുകൊണ്ട് നമ്മൾ തിക്നെസ് കൂട്ടുന്നതാണ് കൂടുതൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്. പക്ഷേ ഈ തിക്നെസ് കൂട്ടുന്നതിനും ഒരു അപാകതയുണ്ട്. ഈ ബ്രിഡ്ജ് തന്നെ ഇത്രയും തിക്നെസ്സിൽ കൺസ്ട്രക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബ്രെഡ്ത്ത് കുറവൊക്കെ ആണെങ്കിൽ ലോഡ് കയറാനായിട്ട് സ്ഥലം കുറവ് വരികയും അങ്ങനെ കറക്റ്റ് പ്ലേസിൽ ലോഡ് കയറാതെ വരുമ്പോൾ ഈ ബ്രിഡ്ജ് തിക്നെസ് വൈസ് ആയിട്ട് ബെൻഡ് ചെയ്യിച്ചു. ഇങ്ങനെയുള്ള ബെൻഡിങ്ങിനെയാണ് ബക്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബക്ലിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തിക്നെസ് ഒരുപാട് കൂട്ടുമ്പോൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന്, അതായത് തിക്നെസ് കൂട്ടുമ്പോൾ ബക്ലിംഗ് ഉണ്ടാകുന്നു, തിക്നെസ് കൂട്ടുന്നത് വഴി ബെൻഡിങ് കുറയ്ക്കാൻ പറ്റും, പക്ഷെ തിക്നെസ് ഒരുപാട് കൂട്ടിയാൽ ബക്ലിംഗ് ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ക്യാപിറ്റൽ ലെറ്റർ ഐയുടെ ഷേപ്പിലുള്ള ഗിർഡേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇവിടെ ഈ ഒരു ഇത് കണ്ടില്ലേ, ഇത് രണ്ടും താഴെ മേളിലുള്ള ബ്രെഡ്ത്താണ്. അപ്പോൾ താഴെ മേളിൽ മാത്രം ബ്രെഡ്ത്ത്
കൂട്ടി, പക്ഷെ നടുക്കേക്ക് വരുമ്പോൾ ബ്രെഡ്ത്ത് കുറച്ച്, പക്ഷെ തിക്നെസ് കൂട്ടി. അപ്പോൾ ഈ സൈഡ് പോർഷൻ ഇതുണ്ട്, ഇവിടെ ബ്രെഡ്ത്തിൻ്റെ ഇത്രയും വീതി ഇല്ല, അപ്പോൾ അത്രയും ഭാഗത്ത് നമുക്ക് മെറ്റീരിയൽ യൂസ് ചെയ്യാണ്ടിരിക്കാം. അപ്പം മേളും താഴെ മാത്രം ബ്രെഡ്ത്ത് കൂട്ടിയും ഈ ഭാഗത്ത് തിക്നെസ് നല്ലതുപോലെ കൂട്ടിയുള്ള ഒരു ഈ ഐയുടെ ഷേപ്പിൽ ക്രോസ് സെക്ഷണൽ ഷേപ്പുള്ള ഗിർഡേഴ്സ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഷേപ്പിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന വഴി ഇതിന് നല്ല തിക്നെസ് ഉണ്ട്, അതുകൊണ്ട് ബെൻഡിങ് കുറയ്ക്കാം. പിന്നെ മേളിലും താഴെയും നല്ല ബ്രെഡ്ത്തിൽ കൺസ്ട്രക്ട് ചെയ്യുന്നു, അതുകൊണ്ട് ലോഡ് കയറാൻ ഇഷ്ടം പോലെ സ്ഥലം കിട്ടും. അങ്ങനെ വരുന്നതുകൊണ്ട് ബക്ലിംഗ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെ ബക്ലിംഗ് കുറച്ച് അതുപോലെ ബെൻഡിങ് കുറച്ച് ബ്രിഡ്ജസ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഐയുടെ ഷേപ്പ് ക്രോസ് സെക്ഷനുള്ള ബ്രിഡ്ജസ്സാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബെൻഡിങ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതിന് ഈ ഇക്വേഷൻ എഴുതാം. ബെൻഡിങ് ലെങ്ത് കൂടുമ്പോൾ കൂടുന്നു, ബ്രെഡ്ത്ത് കൂടുമ്പോൾ കുറയുന്നു, തിക്നെസ്സിൻ്റെ ക്യൂബിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, യങ്സ് മോഡുലസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇപ്പോൾ ബെൻഡിങ് കുറയ്ക്കാനുള്ള നല്ല മാർഗങ്ങൾ എന്ന് പറയുന്നത് തിക്നെസ് കൂട്ടുക, യങ്സ് മോഡുലസ് കൂടുതലുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുക, ബ്രെഡ്ത്ത് കൂട്ടുക. ഇനി എന്താണ് ബക്ലിംഗ്? തിക്നെസ് കൂട്ടുമ്പോൾ ബെൻഡിങ് കുറയും, പക്ഷേ തിക്നെസ് മാത്രം കൂട്ടിയാൽ, അതുപോലെ തിക്നെസ് ഒത്തിരി കൂട്ടിയാൽ, ബ്രെഡ്ത്ത് അധികം കൂട്ടാതെ തിക്നെസ് മാത്രം കൂട്ടിയാൽ ബക്ലിംഗ് ഉണ്ടാകുന്നു. ബക്ലിംഗ് എന്ന് പറയുന്നത് തിക്നെസ് വൈസ് ബെൻഡിങ് ആണ്. When thickness is very high, the rod will bend thickness wise when load is not at the correct place. ഈ ഒരു ഫിനോമിനയാണ് ബക്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബക്ലിംഗ് എന്താണെന്ന് അറിഞ്ഞിരിക്കും. ഇനി ബക്ലിംഗ് കുറയ്ക്കുന്നതിനും ബെൻഡിങ് കുറയ്ക്കുന്നതിനും കൂടിയാണ് ഐ ഷേപ്പിൽ ബ്രിഡ്ജസ് ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ് ബ്രിഡ്ജസ് ഐ ഷേപ്പിൽ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഐ ഷേപ്പ് ബ്രിഡ്ജസ് helps to reduce bending and it prevents buckling എന്നെഴുതാം. ഇറ്റ് ഹാസ് ലാർജ് ലോഡ് ബിയറിംഗ് ഏരിയ, അതായത് മേളിലും താഴെയും നമ്മൾ പറഞ്ഞു ബ്രെഡ്ത്ത് കൂട്ടിയ കൺസ്ട്രക്ട് ചെയ്യുന്നത്, അങ്ങനെ ലോഡ് താങ്ങാനുള്ള ഏരിയ കുറയുന്നു, സർഫസ് ഏരിയ കൂടുന്നു. അപ്പോൾ ലാർജ് ലോഡ് ബിയറിംഗ് സർഫസ് ഏരിയ ഉള്ളതുകൊണ്ട് ലോഡ് കയറാനും കറക്റ്റ് പൊസിഷനിലാകാനും ഒക്കെ ഉള്ള സ്ഥലമുണ്ട്, അതുകൊണ്ട് ബക്ലിംഗ് കുറയും. ഇനി ഇനഫ് തിക്നെസ് ഉണ്ട്, അതുവഴി ബെൻഡിങ് കുറയ്ക്കാൻ സാധിക്കുന്നു. ഇതുകൊണ്ടാണ് ഐ ഷേപ്പിൽ ബ്രിഡ്ജസ് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യനായിട്ട് അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ഐ ഷേപ്പിൽ എന്തുകൊണ്ട് കൺസ്ട്രക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇത് മാത്രം എഴുതിയാലും മതി. ബെൻഡിങ് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ ചോദിച്ചാൽ ഈ ഇക്വേഷൻ എഴുതിയിട്ട് ബ്രെഡ്ത്ത് കൂട്ടുക, തിക്നെസ് കൂട്ടുക, യങ്സ് മോഡുലസ് കൂടുതലുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുക, ഈ കാര്യങ്ങൾ എഴുതുക. ഇനി ഒരു എക്സ്പ്ലനേറ്ററി ടൈപ്പ് ക്വസ്റ്റ്യൻ 2 or 3 മാർക്കിൻ്റെ ആണെങ്കിൽ ഈ ഫുൾ കാര്യങ്ങൾ എഴുതണം. ഇനി നമുക്ക് ഒരു ആപ്ലിക്കേഷനോടെ ഉണ്ട്, അതായത് ഒരു മൗണ്ടിൻ്റെ ഹൈറ്റ് സേഫ് ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ, അതുപോലെ മൗണ്ടൻസിന് പോസിബിളായ മാക്സിമം ഹൈറ്റ് തീരുമാനിക്കുന്നതിനും ഒക്കെ മൗണ്ടൻ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന റോക്കിൻ്റെ ബൾക്ക് മോഡുലസ് വാല്യൂ, അതുപോലെ ആ റോക്കിൻ്റെ ഡെൻസിറ്റി, ഇവയൊക്കെ സ്റ്റഡി ചെയ്യുന്നത് വഴി നമുക്ക് സാധിക്കും. ഇപ്പോൾ ഒരു മൗണ്ടൻ H മീറ്റർ ഉയരത്തിൽ നിൽക്കുമ്പോൾ H മീറ്റർ താഴെ അതിൻ്റെ ബേസിൽ അത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് HρG എന്ന് പറയാം. ഇവിടെ റോ എന്ന് പറയുന്ന റോക്കിൻ്റെ ഡെൻസിറ്റിയാണ്, H എന്ന് പറയുന്ന മൗണ്ടൻ്റെ ഹൈറ്റും. അപ്പോൾ H മീറ്റർ ഉയരത്തിൽ മൗണ്ടൻ നിൽക്കുമ്പോൾ റോ ഡെൻസിറ്റി ഉള്ള റോക്ക് അതിൻ്റെ ബേസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് HρG. നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ പഠിക്കാനുണ്ട്, അന്നേരം നിങ്ങൾക്ക് കൂടുതലും മനസ്സിലായിക്കോളും. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പഠിക്കുക. ഇനി ഈ ഒരു പ്രഷർ നമുക്ക് റോക്കിൻ്റെ ഡെൻസിറ്റി വെച്ച് മൗണ്ടൻ്റെ ഹൈറ്റ് വെച്ചൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രഷർ ഈ റോക്കിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റിലും താഴെ ആയിരിക്കണം, എങ്കിലേ ആ മൗണ്ടൻ സേഫ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ റോക്കിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ് വാല്യൂ അല്ലെങ്കിൽ അതിന് എൻ്റെ സ്ട്രെസ് വാല്യൂ, സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണലായി നിൽക്കുന്ന മാക്സിമം സ്ട്രെസ് വാല്യൂ അല്ലേ ഇലാസ്റ്റിക് ലിമിറ്റ്, അത് നമ്മൾ സ്റ്റഡി ചെയ്യണം. റോക്കിൻ്റെ ഹിമാലയത്തിലൊക്കെയുള്ള റോക്കിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ് വാല്യൂ പഠിച്ചിട്ടുണ്ട്, അത് 3 × 10⁸ ആണ്. റോക്കിൻ്റെ ഡെൻസിറ്റിയും നമ്മൾ എക്സ്പെരിമെൻറ്റിലൂടെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, 3 × 10⁻³ ആണ്.
അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു സേഫായിട്ട് നിൽക്കാനുള്ള കണ്ടീഷൻ എന്താണ്? റോക്ക് h മീറ്റർ ഉയരത്തിൽ നിൽക്കുമ്പോൾ അത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഈ ഇലാസ്റ്റിക് ലിമിറ്റ് വാല്യൂവിൽ താഴെയായിരിക്കണം, എങ്കിലേ മൗണ്ടൻ സേഫ് ആയിരിക്കുള്ളൂ. പ്രഷർ അറ്റ് ദ ബേസ് ഷുഡ് ബി ലെസ് ദാൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് വാല്യൂ ഓഫ് റോക്ക്. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ HρG ഷുഡ് ബി ലെസ് ദാൻ ഇലാസ്റ്റിക് ലിമിറ്റ്. ഇതിൽ നമുക്ക് h കാൽക്കുലേറ്റ് ചെയ്യാം. h ഷുഡ് ബി ലെസ് ദാൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ρg. ഇനി റോയുടെ വാല്യൂ കൊടുക്കുക, ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ വാല്യൂ കൊടുക്കുക. നമുക്ക് ഈ ഹൈറ്റ് കണ്ടുപിടിക്കാം. ഇലാസ്റ്റിക് ലിമിറ്റ് 3 × 10⁸ ബൈ റോയുടെ വാല്യൂ 3 × 10⁻3, ജിയുടെ വാല്യൂ 10 കൊടുക്കുക, 9.8 അപ്രോക്സിമേറ്റ് ചെയ്ത്. ദെൻ വിൽ ഗെറ്റ് സേഫ് ഹൈറ്റ് ആസ് 10⁴ മീറ്റർ ഓർ 10,000 മീറ്റർ. അപ്പോൾ ഈ റോക്ക് സേഫായി നിൽക്കുന്നത് എത്ര മീറ്റർ ഉയരം വരെ ഉള്ളൂ? 10,000 മീറ്റർ വരെ ഉള്ളൂ. നമുക്കറിയാം എവറസ്റ്റിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യുമ്പോൾ ഇതിൽ താഴെയാണ്, അതുകൊണ്ട് അത് സേഫാണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ നമ്മുടെ അടുത്തൊക്കെയുള്ള ഏതെങ്കിലും റോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സേഫ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 2 വാല്യൂസാണ് ഇതിൻ്റെത് പഠിക്കേണ്ടത്. ആ റോക്കിൻ്റെ സാമ്പിൾ എടുത്തിട്ട് അതിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കണം, അതുപോലെ അതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. അതിനുശേഷം ഈ രീതിയിൽ ആ ഹൈറ്റ് സേഫ് ആണോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ 3 ആപ്ലിക്കേഷൻസാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇതിനോട് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിൽ സ്റ്റീൽ റോപ്പിൻ്റെ ക്വസ്റ്റ്യൻ ഇടയ്ക്ക് ചോദിക്കാവുന്നതാണ്, പ്രോബ്ലം ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. അതുപോലെ ബ്രിഡ്ജസിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു, ബ്രിഡ്ജസ് എന്തുകൊണ്ട് ഐ ഷേപ്പിൽ ഉണ്ടാക്കുന്നു എന്നൊരു ക്വസ്റ്റ്യൻ വരാം, ബക്ലിംഗ് എന്താണെന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതോടെ നമ്മൾക്ക് ഏകദേശം ഈ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യാം. ഒരു ചെറിയ ചാപ്റ്ററാണ് എങ്കിലും ധാരാളം ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന്, ധാരാളം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 4 മാർക്കിൻ്റെയോ 3 മാർക്കിൻ്റെയോ ഒക്കെ ക്വസ്റ്റ്യൻസ് വരാം. ബാക്കിയുള്ള വലിയ ചാപ്റ്ററിൽ നിന്ന് മാക്സിമം 5 മാർക്ക് വരെ ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ. അപ്പോൾ ഇത്രയും ചെറിയ ടോപ്പിക്കിൽ നിന്ന് 3 മാർക്ക് എന്ന് പറയുന്ന ഒരു വലിയ മാർക്ക് തന്നെയാണ്. ഇത്രയും പോർഷൻസ് അത് പഠിക്കാനുള്ളൂ. ഇനി ഇതിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കൂടി നമുക്ക് മനസ്സിലാക്കാതെ പിന്നീട് റിവിഷൻ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഈ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു.